Hello my dear champions. എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ആദ്യത്തെ ലെക്ചർ കാണാത്തവർ ദയവായി ആദ്യത്തെ ലെക്ചർ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി മിസ്സാവും. ഓക്കെ, സോ ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്, ഒരു അഭ്യർത്ഥനയാണ്, ദയവായി ആദ്യത്തെ ലെക്ചർ കാണുക. ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ അങ്ങനെ വലിയ ജമണ്ടൻ തിയറീസ് ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഫ്രം ദ ബേസ് ആണ് നമ്മൾ പോകുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ. കാര്യം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി, അതായത് കെമിസ്ട്രിയിൽ തന്നെ 45% ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ദ ബിഗ് ടോപ്പിക് നിങ്ങൾക്ക് എളുപ്പമാവും ജനറൽ ഓർഗാനിക് കെമിസ്ട്രി തറവായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ബേസിൽ അല്ലെങ്കിൽ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു വാച്ച് ദ ഫസ്റ്റ് ലെക്ചർ. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പോൾ ഞാൻ പുതിയ മക്കൾക്കായിട്ട് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുദർശൻ, വേദാന്തുവിൻ്റെ മാസ്റ്റർ ടീച്ചറാണ്. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ്. നമ്മുടെ ചരിത്രവും ഭൂതകാലമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ലെക്ചറിൽ. ഓക്കെ, ഫസ്റ്റ് വീഡിയോയിൽ. അതായത് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളൊന്നും ചെയ്യുമൊന്നും വേണ്ട, നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോസ് കണ്ടാൽ മതി. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഓൾറെഡി കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ കെമിസ്ട്രിയിൽ മാത്രമല്ല, ബയോളജിയിലായാലും ഇപ്പോൾ ഫിസിക്സും തുടങ്ങിയിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഓൾ ദ വീഡിയോസ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടിന്യൂറ്റി മിസ്സാവും. ഓക്കെ, ഗുഡ്. നമുക്കപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ലെക്ചർ. ഈ രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. എഗെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. എഗെയിൻ ഭയങ്കര ബേസിക് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്സിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇസ് ദ ഫസ്റ്റ് ടോപ്പിക്. അത് കഴിഞ്ഞ് റിയാക്ടിങ് സ്പീഷീസ്. ഈ റിയാക്ടിങ് സ്പീഷീസിൽ നമ്മൾ ഇലക്ട്രോഫൈൽസിനെ കുറിച്ച് പഠിക്കും, ന്യൂക്ലിയോഫൈൽസിനെ കുറിച്ച് പഠിക്കും, ആംബിഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽസിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് കിടക്കാം. കിടക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താണ് 3 കാര്യങ്ങൾ? ഇപ്പം തന്നെ ചെയ്യണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മളൊരു കുടുംബം പോലെയാണ്. ഓക്കെ, സോ ഹെൽപ്പ് us ഗ്രോ വിത്ത് യുവർ സപ്പോർട്ട്. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ മോട്ടിവേഷൻ തന്ന പോലെ നിങ്ങൾ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരിക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഗുഡ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. എന്താണ് ഈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ? സാറേ, ഞാനിത് NCERTയിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനൊരു തിയറി എന്ന് വിളിക്കുന്നതിന് കൂടുതൽ, അതായത് ഒരു തിയറി തന്നെയാണ്, പക്ഷേ ഇതിനെ ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നീക്ക് എന്ന് ഞാൻ വിളിക്കും. ഇതൊരു ട്രിക്കാണ് ബേസിക്കലി. നീറ്റിൽ വരുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് നോക്കാം. എല്ലാവരും നോക്കുക. DU, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ല, DU, degree of unsaturation of a compound. എല്ലാവരും നോക്കുക. degree of unsaturation of a compound is equal to the number of moles of H2 that must be supplied to convert it into an open chain saturated compound. ഞാനിത് വായിച്ചു, നിങ്ങളിത് കേട്ടു, എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് എക്സാമ്പിൾ വേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ തരുന്നതിന് മുമ്പ് എല്ലാവരും നോക്കുക. It is also called as a hydrogen deficiency index, HDI, or double bond equivalent, DBE. Okay, degree of unsaturation is also called as hydrogen deficiency index or double bond equivalent. ഇനി നമുക്ക് ഇതെന്താണ് എന്നുള്ളത് കാണാം. എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ പ്രൊപ്പെയിൻ എടുത്തു, CH3, CH2, CH3. എല്ലാവർക്കും കാണാമല്ലോ. പ്രൊപ്പെയിൻ എടുത്തു, CH3, CH2, CH3. പ്രൊപ്പെയിൻ്റെ ഫോർമുല എന്താണ്? പ്രൊപ്പെയിൻ്റെ ഫോർമുല ഈസ് നത്തിങ് ബട്ട് C3H8. യെസ് ഓർ നോ? ഫൈൻ. പ്രൊപ്പെയിന് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു 0. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഫോർ പ്രൊപ്പെയിൻ ഇസ് ഈക്വൽ ടു 0. കാര്യം എന്താണ്? ഇവിടെ ഒരു അൺസാച്ചുറേഷൻ വരുന്നില്ല. It is basically a saturated
സാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ പൈ ബോണ്ട് വരുന്നില്ല, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് അല്ലേ. ഒരു റിങ്ങും വരുന്നില്ല, ഒരു പൈ ബോണ്ടും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അപ്പോൾ റിങ്ങും പൈ ബോണ്ടും വന്നാലാണോ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ വരുന്നത്? അബ്സല്യൂട്ട്ലി യെസ്. ഒരു റിങ്ങോ ഒരു പൈ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ വരും. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക, ഇതിൻ്റെ ഫോർമുല C3H8 ആണ്, പ്രൊപ്പൈൻ്റെ ഫോർമുല. ഇതുകൊണ്ട് ലെറ്റ്സ് കൺസിഡർ പ്രൊപ്പീൻ CH3CH ഡബിൾ ബോണ്ട് CH2 അല്ലെങ്കിൽ സൈക്ലോപ്രൊപ്പൈൻ, പ്രൊപ്പീൻ ഓർ സൈക്ലോപ്രൊപ്പൈൻ. ഇതിൻ്റെ ഫോർമുല എന്താണ്? C3H6. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമുല വരുന്നത് C3H6. ഈ C3H8ഉം C3H6ഉം തമ്മിൽ എന്താ വ്യത്യാസം? 2 ഹൈഡ്രജൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ദേ ആർ ബേസിക്കലി ഡിഫേർഡ് ബൈ 2 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു H2 മോൾ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു H2 ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു H2 ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവനെ കിട്ടും. യെസ് ആണോ? എങ്ങനെ ആഡ് ചെയ്യണോ, എന്താണ് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ, അതൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട്, സിമ്പിൾ മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 2 ഫോർമുലയിലും ഇത് സൈക്ലോപ്രൊപ്പൈൻ, ഇത് പ്രൊപ്പീൻ, ദർ ഫോർമുല C3H6. ഞാൻ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് കിട്ടും. യെസ് ഓ നോ? അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ചാൽ ഒരു H2. ബേസിക്കലി ഇവനും തമ്മിൽ ഒരു H2ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സോ ബേസിക്കലി the degree of unsaturation for these 2 structures is 1. The degree of unsaturation for these 2 structures is 1. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഡെഫിനിഷൻ നോക്കൂ. Degree of unsaturation of a compound is equal to the number of moles of H2 that must be supplied to convert it into an open chain saturated compound. എല്ലാവരും നോക്കുക. The number of moles of H2 that must be supplied. ഇവനോ ഒരു H2 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും, ഒരു ഓപ്പൺ ചെയിൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് എത്തും. സോ ബേസിക്കലി ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക? ഒരു പൈ ബോണ്ടോ ഒരു റിങ്ങോ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ, ആ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദർ ഇസ് 1 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഇനി ഇങ്ങോട്ട് നോക്കാം. പ്രൊപ്പൈൻ എടുത്തു, CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഈ IUPAC നോമൻക്ലേച്ചർ ഞാൻ പിന്നെ പഠിപ്പിക്കുന്നതാണ്, പക്ഷേ ഇത് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ കോമ്പൗണ്ട്സ് IUPAC നോമൻക്ലേച്ചർ, അതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ 2 പൈ ബോണ്ട് വരുന്നു. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്താവും? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആവും. യെസ് ഓ നോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കൂ, CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH2. ഇവിടെയും 2 പൈ ബോണ്ട് വരുന്നു. ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെയും ഒരു പൈ ബോണ്ട് ഉണ്ട്. 2 പൈ ബോണ്ട് വരുന്നു. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കൂ. ഈ സ്ട്രക്ചർ സൈക്ലോപ്രൊപ്പീൻ, അതായത് ഒരു റിങ്ങുമുണ്ട്, അതിനകത്ത് ഒരു ഡബിൾ ബോണ്ടുമുണ്ട്, ഒരു പൈ ബോണ്ടുമുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആവുന്നു. സോ ബേസിക്കലി ഓരോ പൈ ബോണ്ട് ആഡ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 കൂടുന്നു. അല്ലെങ്കിൽ ഓരോ റിങ്ങും കൂടി ആഡ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 കൂടുന്നു. ഗോട്ട് ഇറ്റ്? ഇനി ഇവൻ്റെ ഫോർമുല നോക്കൂ. ഇവൻ്റെ ഫോർമുല എനിക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. C3H4 എന്ന് എഴുതാം. യെസ് ഓ നോ? സിമ്പിളായിട്ട് C3H4 എന്ന് എഴുതാം. അതായത് ഇവനിൽ ഈ 3 കോമ്പൗണ്ട്സിലും നമ്മളൊരു H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും അല്ലേ. യെസ് ഓ നോ? ദേ ഡിഫർ ബൈ C3H6 നിന്ന് 2 ഹൈഡ്രജൻ ആറ്റം എടുത്തു കളഞ്ഞാൽ ഈ ഫോർമുലാസ് കിട്ടും. യെസ് ഓ നോ? സോ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് എത്ര പൈ ബോണ്ട് ഉണ്ട് സ്ട്രക്ചറിൽ, അല്ലെങ്കിൽ എത്ര റിങ് ഉണ്ട് സ്ട്രക്ചറിൽ. ഒരു റിങ് ഉണ്ടെങ്കിൽ 1 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ഒരു പൈ ബോണ്ട് ഉണ്ടെങ്കിൽ 1 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, 2 പൈ ബോണ്ട് ഉണ്ടെങ്കിൽ 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, 2 റിങ് ഉണ്ടെങ്കിൽ 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും ഉണ്ടെങ്കിലും 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഇനി 3 പൈ ബോണ്ട് ഉണ്ടെങ്കിൽ 3 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഗെറ്റ് ഇറ്റ്? യെസ് ഓ നോ? ഫൈൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. നമുക്കിത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. 1 degree of unsaturation. 1 degree of unsaturation. What does it mean? It means presence of 1 double bond
or presence of one ring closure. ഒരു റിങ്ങോ ഒരു പൈ ബോണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഉണ്ടാവും. 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷനോ, presence of 2 double bonds or 1 triple bond. ഒരു ട്രിപ്പിൾ ബോണ്ടിൽ 2 പൈ ബോണ്ട് ഉണ്ട് അല്ലേ? 2 ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? 2 പൈ ബോണ്ട്. ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? അതിലും 2 പൈ ബോണ്ട് അല്ലേ? അല്ലെങ്കിൽ or 2 rings, അല്ലെങ്കിൽ 1 double bond and 1 ring. So basically ഒന്നുമില്ല, ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ gives you the number of pi bonds and ring present in the structure. യെസ് ഓ? അപ്പം നിങ്ങൾ ചോദിക്കും സാറേ 1ഉം 2ഉം മാത്രമേ കൊടുത്തുള്ളൂ, 3ഉം 4ഉം 5ഒക്കെ ആയിക്കൂടെ? ആവാം. സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് 1 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ അർത്ഥവും 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ അർത്ഥവും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി സിമ്പിളായിട്ട് ഒരു ഫോർമുല കൂടിയുണ്ട് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നീക്ക്, ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. 2C + 2 + n - x - h / 2. ഇതിൽ സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. ഗോട്ട് ഇറ്റ്? എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ആണ്, നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ആണ്. യെസ് ഓ നോ? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് ആണ്, നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്, നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. And H is nothing but number of hydrogen atoms. ഈ ഫോർമുല നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു മെമ്മറൈസ് ദിസ് ഫോർമുല. ഈ ഫോർമുല എന്തായാലും മെമ്മറൈസ് ചെയ്യണം. 2C + 2 + n - x - h / 2. അപ്പം നിങ്ങൾ ചോദിക്കും സാർ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, എന്തിനാ സാർ ഇത് പഠിപ്പിക്കണത്? അതായത് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ യൂസ് എന്താണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. Let us see some examples over here. എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ തന്നു. ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കോമ്പൗണ്ടിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്താണ്? ഈ കോമ്പൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കൂ. ദർ ഈസ് 1 റിംഗ് ഓവർ ഹിയർ. ഒറ്റൊരു റിംഗ് ഉണ്ട് ഇവിടെ. യെസ് ഓ നോ? പൈ ബോണ്ട് ഉണ്ടോ? ഇല്ല. സോ ബേസിക്കലി ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്താണ് വരുന്നത്? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു 1. യെസ് ഓ നോ? ഇനി ഫോർമുല വെച്ച് കണ്ടെത്തണോ? ഫോർമുല എന്താണ്? 2C + 2 + n - x - h / 2. യെസ് ഓ നോ? ഈ ഫോർമുല ഇട്ട് നോക്കൂ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? എല്ലാവരും നോക്കുക. 1 2 3 4. സോ 2 × 4 പ്ലസ് എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട്? നൈട്രജൻ ആറ്റംസ് ഒന്നും കാണുന്നില്ല. സോ +0 മൈനസ് ഹാലജൻ ആറ്റംസ് എത്രയുണ്ട്? ഹാലജൻ ആറ്റംസ് ഒന്നും കാണുന്നില്ല. സോ -0 മൈനസ് ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? എല്ലാവരും നോക്കുക. ഇവിടെ 3 എണ്ണം വരും. 3 ഹൈഡ്രജൻ അവിടെ. ഇവിടെ 2 എണ്ണം. 3 2 5. ഇവിടെ 2 എണ്ണം. 5 2 7. ഇവിടെ 1. യെസ് ഓ നോ? 7 1 8. സോ 8 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. So 10 plus 8 plus 2, 10 minus 8 is 2, 2 divided by 2, that is equal to 1. So basically നിങ്ങൾക്ക് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ബേസിക്കലി എല്ലാവരും നോക്കുക. ഈ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. സപ്പോസ് ബെൻസീൻ എടുക്കുകയാണ്. ബെൻസീൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്തായിരിക്കും? നോക്കിയിട്ട്, നമുക്ക് ആദ്യം നോക്കിയിട്ട് ചെയ്യാം. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്താണ്? ഒരു റിംഗ് ഉണ്ട്, ഒരു ക്ലോസ് റിംഗ് ഉണ്ട്. സോ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇസ് 1 പ്ലസ് 3 പൈ ബോണ്ട് ഉണ്ട്. സോ 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.
Degree of unsaturation is 4. ഇനി ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കണോ? നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. 2C plus 2 plus N minus X minus H by 2. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 2 into 6 plus 2 plus നൈട്രജൻ എത്രയാ? 0 minus ഹാലജൻ എത്രയാ? 0 minus ഹൈഡ്രജൻ എത്രയാ? 6 divided by 2. So 14 minus 6, 8 by 2 is equal to 4. Degree of unsaturation 4 ആണ്. Yes or no? മനസ്സിലായോ മക്കളെ? Got it? ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. എല്ലാവരും നോക്കുക. വേറൊരു എക്സാമ്പിൾ തരാം. ലെറ്റ്സ് ടേക്ക് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്തായിരിക്കും? നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഒരു റിങ് ഉണ്ട് 1 പ്ലസ് എത്ര പൈ ബോണ്ട് ഉണ്ട്? 1 2 3 3 പൈ ബോണ്ട് ഉണ്ട്. സോ 1 പ്ലസ് 3. ഇവിടെയും ഒരു പൈ ബോണ്ട് ഉണ്ട്. റിങ്ങിൻ്റെ അകത്തൊരെണ്ണമുണ്ട്, റിങ്ങിൻ്റെ പുറത്തൊരെണ്ണമുണ്ട്. സോ 1 പ്ലസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇനി ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. 2 into number of carbon atoms എത്രയാണ്? 1 2 3 4 5 6 7 plus 2. Yes or no? Plus number of nitrogen atoms 0 minus number of halogen atoms. ഒരു ഹാലജൻ ഉണ്ട്. 1 minus number of hydrogen. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ഒന്ന്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. Yes or no? So 1 2 3 4 5. Yes or no? So basically minus 5 the whole divided by 2. So that is 14 plus 2 16 minus 6 that is 10 divided by 2 that is equal to 5. Formula use ചെയ്താലും സെയിം വാല്യൂ കിട്ടും. Got it? Yes or no? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സാർ ഈ ബെൻസീൻ്റെ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് എങ്ങനെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബോണ്ട് ലൈൻ നൊട്ടേഷനിൽ പഠിച്ചില്ലേ? ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഫിൽ അപ്പ് ദ റെസ്റ്റ് ഓഫ് ദ വാലൻസി വിത്ത് ഹൈഡ്രജൻ. അതായത് ഈ ഒരു കാർബൺ ദർ ഇസ് 1 ബോണ്ട് ഓവർ ഹിയർ, another ബോണ്ട് ഓവർ ഹിയർ, another ബോണ്ട്. 3 ബോണ്ട് ഉണ്ട് ഓൾറെഡി. 4ാമത്തെ ബോണ്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വിത്ത് ഹൈഡ്രജൻ. 3 ബോണ്ട് വിത്ത് കാർബൺ ആണ്. 4ാമത്തെ ബോണ്ട് എന്തായാലും ഹൈഡ്രജൻ ആയിട്ടായിരിക്കും. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇനി നിങ്ങളെല്ലാം മനസ്സിൽ കാണുന്ന വലിയൊരു ചോദ്യം, സർ ഇതിൻ്റെ യൂസ് എന്താണ്? സാറ് പറഞ്ഞു ഇത് നീറ്റ് ക്വസ്റ്റ്യൻസ്, ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണെന്ന്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കാണിച്ചു തരാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് cyclic structures with the formula C4H6. C4H6 എന്ന ഫോർമുല വെച്ചിട്ട് സൈക്ലിക് സ്ട്രക്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കണ്ടെയ്നിങ് എ റിംഗ്, അതായത് കൂടുതൽ ആപ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ്, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് containing a ring okay, with the formula C4H6. Number of structures containing a ring with the formula C4H6. എന്താണെന്ന് നോക്കാം. എല്ലാവരും നോക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും സാർ ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം? നിങ്ങൾ നോക്കുക C4H6. അപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ കുറേ വരും, സാർ ഇത് എങ്ങനെ അതായത് സൈക്ലോബ്യൂട്ടൈൻ 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം, അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എങ്ങനെ മുന്നോട്ട് നീങ്ങാമെന്നുള്ളത് ഇൽ കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. എക്സാമിന് നമുക്ക് 1-1.5 മിനിറ്റേ ഉള്ളൂ പെർ ക്വസ്റ്റ്യന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്തായിരിക്കും? What will be the degree of unsaturation over here? Degree of unsaturation will be equal to 2 into C plus 2 plus N minus X minus H divided by 2.
യെസ് ഓ നോ? എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. സോ 2 into 4 plus 2 plus number of nitrogen എത്രയാ? 0 minus number of halogen 0 minus number of hydrogen എത്രയാ? 6. The whole divided by 2. അപ്പോൾ എത്രയാ? 8, 10, 10 minus 6 by 2, 10 minus 6 by 2, that is equal to 2. അതായത് 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഉണ്ട്. ഈ 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ 2 ഡബിൾ ബോണ്ട് ഉണ്ടാവാം, 2 ഡബിൾ ബോണ്ട് ഉണ്ടാവാം അല്ലേ? യെസ് ഓ നോ? അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാം, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ 2 റിങ് ഉണ്ടാവാം, 2 റിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ടും ഉണ്ടാവാം. ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട്. യെസ് ഓ നോ? ഇതാണ് പോസിബിലിറ്റീസ്. ഇനി ഇതിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ഓൺലി ദീസ് പോസിബിലിറ്റീസ്. കാര്യം എന്താണ്? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് വിച്ച് കണ്ടെയ്ൻസ് എ റിങ്, ഒരു ക്ലോസ്ഡ് റിങ് ഉള്ള സ്ട്രക്ചർ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ കുറേ കൺഫ്യൂഷൻ ഒഴിഞ്ഞു കഴിഞ്ഞു. ഇവന്മാരെ ഒന്നും കൺസിഡർ ചെയ്യാൻ നിൽക്കണ്ട. യെസ് ഓ നോ? ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. എല്ലാവരും നോക്കുക. C4H6 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്ട്രക്ചർ സൈക്ലോബ്യൂട്ടൈൻ ആണ്. അതൊരു റിംഗ് ആണ്. പക്ഷെ ഒരു റിംഗ് മാത്രം പോരാ, ഒരു റിംഗ് മാത്രം പോരാ. ഒരു റിംഗും ഒരു ഡബിൾ ബോണ്ട് വിടുക, ഒരു റിംഗും ഒരു ഡബിൾ ബോണ്ട് വിടുക. ദാറ്റ് ഈസ് വൺ സ്ട്രക്ചർ. യെസ് ഓ നോ? ഫൈൻ. ഇനി എന്താണ്? ഇതൊരു 4 മെമ്പേർഡ് റിംഗ് ആണ്. ഒരു 3 മെമ്പേർഡ് റിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഈ സ്ട്രക്ചറിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. യു ഹാവ് ടു ബി എ ബിറ്റ് ക്രിയേറ്റീവ്. ഇങ്ങനെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ബി എ ബിറ്റ് ക്രിയേറ്റീവ്. എല്ലാവരും നോക്കുക. ഒരു 3 മെമ്പേർഡ് റിങ് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ വിത്ത് എ ഡബിൾ ബോണ്ട്? യെസ് ഓ നോ? ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്? എല്ലാവരും നോക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് CH2 CH2 C double bond CH2 and like this. This is the structure. ഇതൊരു റിംഗ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. യെസ് ഓ നോ? ഫൈൻ. വേറെ ഒരു റിംഗ്, ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട്. യെസ് ഓ നോ? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് പുറത്താണ് റിങ്ങിൻ്റെ, ഇവിടെ ഡബിൾ ബോണ്ട് അകത്താണ്. ഇനി വേറെ ഒരെണ്ണം, ഒരു റിംഗ് പിന്നെ ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് രണ്ടും സെയിം ആണോ? അല്ല, ഇവിടെ ഈ 2 കാർബൺസിനാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കാർബണുമാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. യെസ് ഓ നോ? ഫൈൻ. അപ്പോൾ നിങ്ങൾ പറയും സാറേ അപ്പോൾ ഇതോ ഇവനും സെയിം ആണോ? ഇവനും സെയിം ആണോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. അവനും സെയിം ആണോ? ആ 2 എണ്ണം സെയിം ആണോ? ഒബ്വിയസ്ലി സെയിം സ്ട്രക്ചർ അല്ലേ വരുന്നത്? യെസ് ഓ നോ? ഇവനെ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, തിരിച്ചത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് മലർത്തി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ട്രക്ചർ കിട്ടും അല്ലേ? അപ്പോൾ ബേസിക്കലി ഇത് കൺസിഡർ ചെയ്യണ്ട. യെസ് ഓ നോ? അപ്പം ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തേക്കണത് ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും ഉള്ള സ്ട്രക്ചേഴ്സാണ്. ഇനിയുള്ളത് എന്താണ്? 2 റിങ് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? 2 റിങ്ങിനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഒരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞിട്ട് നേരെ നടുക്കൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് 2 rings. സോ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ആകെ വെള്ളം കുടിക്കും. അയ്യോ ഏതൊക്കെ കൺസിഡർ ചെയ്യണം, എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്, എത്ര റിങ് ഉണ്ട്, ഇതെങ്ങനെ മനസ്സിലാവും? നമ്മൾ ഇങ്ങനെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്കറിയാം ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആണ്. ആ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2ൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സമ്മറി കിട്ടും. ആ സമ്മറിയിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഓക്കെ നമുക്ക് റിങ്ങുള്ള സ്ട്രക്ചേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവന്മാരെ മാത്രം കൺസിഡർ ചെയ്യുക. 2 റിങ്ങും അല്ലെങ്കിൽ ഒരു റിങ്ങും ഒരു ഡബിൾ ബോണ്ടുള്ള സ്ട്രക്ചേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യാം. ഗോട്ട് ഇറ്റ്? ഇതുകൊണ്ടാണ് ഞാനിതൊരു നല്ല ട്രിക്കാണ് എന്ന് പറയുന്നത്. ഫൈൻ, ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം.
നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്നാലും ഡബിൾ ബോണ്ട് ഇക്വിവലൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ വെച്ചിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. C4H6ൻ്റെ ഡബിൾ ബോണ്ട് ഇക്വിവലൻറ്റ് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ കണ്ടുള്ളൂ C4H6ൻ്റെ. ഞാനിത് ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും C4H6ൻ്റെ ഡബിൾ ബോണ്ട് ഇക്വിവലൻറ്റ് എന്താണ്? 2. നമുക്ക് ഓൾറെഡി അറിയാം ഇത് 2 ആണ്, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. C6H5NO2, C6H5NO2യുടെ ഡബിൾ ബോണ്ട് ഇക്വിവലൻറ്റ് എന്താണ്? ഫോർമുല അപ്ലൈ ചെയ്യൂ. 2 ഇൻറ്റു നമ്പർ ഓഫ് കാർബൺസ് എത്രയാ? 6 പ്ലസ് 2 പ്ലസ് നമ്പർ ഓഫ് നൈട്രജൻ എത്രയാ? 1 മൈനസ് നമ്പർ ഓഫ് ഹാലജൻസ് എത്രയാ? 0 മൈനസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാ പറഞ്ഞത്? 5. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. സോ 12, 14, 15, 15 minus 5, 10 by 2, that is equal to 5. നമ്മൾ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. You will understand that the degree of unsaturation is equal to 2. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു റിങ്ങും 4 പൈ ബോണ്ടും വരുന്നുണ്ട്. ഒരു റിങ് 4 പൈ ബോണ്ട് 1, 2, 3, 4. So 1 plus 4, 5 is the degree of unsaturation. ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. യെസ് ഓ നോ? അടുത്തത് ക്യൂബെയിൻ. ക്യൂബെയിൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ഒരു ക്യൂബ് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ബേസിക്കലി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ഓൾ കാർബൺസ്. ഓക്കെ, ഇതൊക്കെ കാർബൺ ആണ്. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് കണക്റ്റഡ് ടു അനദർ കാർബൺ, നദർ കാർബൺ, നദർ കാർബൺ. നാലാമത്തത് എന്തായാലും ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, യെസ് ഓ നോ? അപ്പം ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു എത്ര കാർബൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. യെസ് ഓ നോ? 2 into 8 plus 2 plus number of nitrogen 0, number of halogens 0, number of hydrogen എത്രയാ? ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആണ്. So number of hydrogen is equal to 8. Yes or no? The whole divided by 2. So 16 plus 2 18, 18 minus 8 10, 10 by 2, that is equal to 5. 5 will be the answer. Got it? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഫേസസ് ഉള്ള സ്ട്രക്ചർ ബേസിക്കലി നിങ്ങളൊരു ക്യൂബിൻ്റെ ഫേസസ് നോക്കിയാൽ നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? 6. നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? 6 ഫേസ് ഉണ്ട് അല്ലേ? ഇറ്റ്സ് ആക്ച്വലി എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾ നോക്കി കണ്ടുപിടിക്കാൻ നിന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും. സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേസസ് മൈനസ് 1. നമ്പർ ഓഫ് ഫേസസ്, ആ സ്ട്രക്ചറിന് എത്ര ഫേസ് ഉണ്ടെന്ന് നോക്കിയോ. ഇങ്ങനൊരു ഫേസസ് ഉള്ള സ്ട്രക്ചർ ആണെങ്കിൽ എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. 6 മൈനസ് 1 5. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്താൽ മതി ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കിട്ടുമ്പോൾ. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്താൽ ഒരു റിസ്ക്കും ഇല്ല. ഗോട്ട് ഇറ്റ്? പെർഫെക്റ്റ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ യൂസ് അറിയാനാണ് ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ തന്നത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ വിൽ ബി വെരി യൂസ്ഫുൾ. ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ഈ തന്ന ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറയും, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരും. ഗോട്ട് ഇറ്റ്? നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നോക്കാം, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു പായസം കൂടി ഉണ്ടാക്കാനുണ്ട്. കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ അതോ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നോക്കാം. 2 ഇൻറ്റു നമ്പർ ഓഫ് കാർബൺസ്. എത്ര കാർബൺസ് ഉണ്ട് എല്ലാവരും നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 into 10. Yes or no? Plus 2 into 10. 2 into 10. 2 into 10 plus 2 plus number of nitrogen 0, number of halogen 0, minus number of hydrogens. Number of hydrogens എത്രയൊക്കെയാണ് വരുന്നത്? ഈ ഒരു കാർബൺ നോക്കൂ, ഇറ്റ് ഈസ് അറ്റാച്ച് ടു 3 bonds 1, 2, 3. അപ്പോൾ 4th one എന്തായാലും ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ? ഇവിടുത്തെ കാർബൺ ഇസ് അറ്റാച്ച് ടു ഓൾറെഡി 4 bonds 1, 2, 3, 4. അവിടെ ഹൈഡ്രജൻ വരാൻ സാധ്യതയില്ല. യെസ് ഓ നോ? കാർബന് 4 ബോണ്ട്, 4 ഓൾറെഡി ഉണ്ട്. ഇവിടെയോ? ഇവിടെ 1, ഇവിടെയോ? ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയോ? ഇവിടെ 0.
ആ കാർബണും it's already attached to 4 bonds. So basically total number of hydrogen is 1, 2, 3, 4, 5, 6, 7, 8. Minus 8, the whole divided by 2. അപ്പോൾ 20, 22 minus 8 എത്രയാണ്? 14 divided by 2, that is equal to 7. Yes or no? Fine. ഇനി നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ നോക്കാം. എത്ര റിംഗ് ഉണ്ട്? ഒരു റിംഗ്, 2 റിംഗ്. എത്ര പൈ ബോണ്ട് ഉണ്ട്? 1, 2, 3, 4, 5. 5 പൈ ബോണ്ട്, 2 റിംഗ്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എത്രയാണ്? 7. അത് തന്നെയല്ലേ ഫോർമുല നോക്കി ഇപ്പോൾ കിട്ടിയത്. Got it? So basically the answer to this question is B. നമുക്ക് ഇനി അടുത്തത് കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് C6N6. കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് C6N6. ഫോർമുല യൂസ് ചെയ്താൽ മതി മക്കളെ. നേരെ തലപുണ്ണാക്കാനൊന്നും നിൽക്കണ്ട. അയ്യോ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. നേരെ ഫോർമുല അപ്ലൈ ചെയ്യുക. എല്ലാവരും നോക്കുക. 2 into നമ്പർ ഓഫ് കാർബൺ എത്രയാണ്? നമ്പർ ഓഫ് കാർബൺ 6 പ്ലസ് നമ്പർ ഓഫ് പ്ലസ് 2 പ്ലസ് നമ്പർ ഓഫ് നൈട്രജൻ എത്രയാണ്? 6. യെസ് ഓ നോ? മൈനസ് നമ്പർ ഓഫ് ഹാലജൻസ് 0 മൈനസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 0. Yes or no? Fine. So the whole divided by 2. So 12 plus 2, 14 plus 6, 20 divided by 2, that is equal to 10. So degree of unsaturation വരുന്ന എത്രയാണ്? 10 will be the answer. Got it? Fine. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ യൂസ് മനസ്സിലാക്കണം. ഇത് വെറുതെ നിങ്ങളുടെ സിലബസ് കൂട്ടാൻ വേണ്ടി തന്നൊരു ടോപ്പിക് അല്ല. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ടാക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വളരെ തന്ത്രപരമായ ഒരു അപ്രോച്ചാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഈ ടോപ്പിക്ക് ആക്ച്വലി ഈ ചാപ്റ്ററിൽ വളരെ ഉപയോഗം കുറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ പിന്നെ എന്തിനാണ് പഠിപ്പിക്കണം? ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ 12th ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ചാപ്റ്ററിലേക്കൊക്കെ കിടക്കുമ്പോൾ വളരെയധികം യൂസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഈ റിയാക്ടിങ് സ്പീഷീസ് എന്ന് പറയുന്നത്. റിയാക്ടിങ് സ്പീഷീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്? സ്പീഷീസ് ദാറ്റ് റിയാക്ട്, ടെൻ ടു റിയാക്ട്. ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസിൽ റിയാക്ഷൻസ് നടക്കുന്നത് ഇവന്മാർ കാരണമാണ്. And the two main reacting species that we are talking about are electrophile and nucleophile. Electrophile, philicity എന്ന് വെച്ചാൽ എന്താണ്? ഫിലിസിറ്റി, ഇലക്ട്രോഫിലിക്. ഇപ്പോൾ ഹൈഡ്രോഫിലിക്, ഹൈഡ്രോഫോബിക് എന്നൊക്കെ കേട്ടില്ല. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്നത്. ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അതേപോലെ ഇലക്ട്രോഫിലിക് എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ലവ്സ് ഇലക്ട്രോൺ. യെസ് ഓ നോ? ന്യൂക്ലിയോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്? സംതിങ് ദാറ്റ് ലവ്സ് പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസ് ലവിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നാൽ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ലവ്സ് പോസിറ്റീവ് ചാർജ്. സോ എല്ലാവരും നോക്കാം. നമുക്ക് ഡെഫിനിഷൻ നോക്കിയിട്ട് എക്സാമ്പിളിലേക്ക് കിടക്കാം. ഓക്കെ, ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. H+ നിങ്ങൾ നോക്കൂ. H+ is a cation. Don't you think it will always get attracted to something that is negatively charged? ഒരു നെഗറ്റീവ് ചാർജിനോട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനോട് അട്രാക്റ്റഡ് ആയിരിക്കും H+. is an electrophile. Yes or no? സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഫൈൻ. സോ എല്ലാവരും നോക്കുക. ദേ ആർ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ലവിങ്? അതായത് എനിക്കിപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഐ എം ഹംഗ്രി. ഓക്കെ, എനിക്കൊരു ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അതിനുള്ള അട്രാക്ഷൻ. സോ ബേസിക്കലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റൻസ് ഓർ ഇലക്ട്രോഫൈൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഗോട്ട് ഇറ്റ്? ഡെഫിഷ്യൻ എന്ന് പറഞ്ഞാൽ കമ്മിയാണ് അവന്മാരുടെ ഇലക്ട്രോൺസ്. ദേ അറ്റാക്ക് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഒബ്വിയസ്ലി H+ പോയിട്ട് വേറൊരു H+നെ അറ്റാക്ക് ചെയ്യില്ലല്ലോ. രണ്ടിനും വേണ്ട ഇലക്ട്രോൺ ആണ്. H+ പോയിട്ട് ചിലപ്പോൾ Cl- അറ്റാക്ക് ചെയ്യും. കാര്യം Cl- എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. So they always attack electron-rich substances. Got it? They are എല്ലാവരും നോക്കുക electron acceptors. They accept electrons. And hence they are called as Lewis acids. ഈ ലൂയിസ് ആസിഡ്സിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ
ചിലവർ പഠിച്ചു കാണും, ചിലർ പഠിച്ചു കാണില്ല. ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ലൂയിസ് ആസിഡ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു റിയാക്ഷൻ നടന്നു. നിങ്ങൾ എനിക്ക് ഇലക്ട്രോൺസ് തരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ ആം അക്സെപ്റ്റിംഗ് ദി ഇലക്ട്രോൺസ് മീൻസ് ഐ ആം ആക്ടിങ് ആസ് എ ലൂയിസ് ആസിഡ്. ഇഫ് ഐ ക്യാൻ അക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഞാനൊരു പെയർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ആം ആക്ടിങ് ആസ് എ ലൂയിസ് ആസിഡ്. That is what electrophiles are doing. Electrophiles basically അവന്മാർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ബേസിക്കലി അവന്മാർ ഇലക്ട്രോൺസ് ചോദിച്ചു മേടിക്കും. They are Lewis acids. Lewis acidൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ചിലപ്പോൾ പഠിച്ചു കാണും. പഠിക്കാത്തവർ പേടിക്കണ്ട, വി വിൽ ബി ഡെഫിനറ്റ്ലി ഗോയിങ് ത്രൂ ദാറ്റ്. ഓക്കെ, ഇനി ന്യൂക്ലിയോഫൈൽസ് എന്താണ്? ദേ ആർ പോസിറ്റീവ് ചാർജ് ലവിങ് സ്പീഷീസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. ന്യൂക്ലിയസ് ലവിങ്ങിനേലും കൂടുതൽ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ദേ ലവ് പോസിറ്റീവ് ചാർജസ്. ഫോർ എക്സാമ്പിൾ ഈ CL- എടുക്കുകയാണെങ്കിൽ CL- വിൽ നോട്ട് റിയാക്ട് വിത്ത് അനദർ CL-. CL- നേരെ പോകുന്നത് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കായിരിക്കും. ദേ എൻ്റെ ഇത്രയും ചക്കയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ദേ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് അല്ലേ. സോ ദേ ആർ പോസിറ്റീവ് ചാർജ് ലവിങ് സ്പീഷീസ്. ദേ ആർ ഇലക്ട്രോൺ റിച്ച്. ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും ആർക്ക് കൊടുക്കാനായിട്ട്. Attacks electron deficient species. They are electron pair donors. They donate a pair of electrons. Okay? Yes or no? They are called as Lewis bases. Lewis bases nu vecha basically substances that can donate a pair of electrons. Simple ആയിട്ട് ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്. സപ്പോസ് ഐ ടേക്ക് അമോണിയ. അമോണിയയിൽ എനിക്ക് നൈട്രജൻ്റെ മേളിലൊരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെ മനസ്സിലായി നൈട്രജൻ്റെ മേളിൽ ലോൺ പെയർ ഉണ്ടെന്ന്? നൈട്രജൻ്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ മനസ്സിലാവും. നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p3. അപ്പോൾ ഈ വാലൻസ് ഷെല്ലിൽ നിങ്ങൾ നോക്കൂ, എനിക്ക് ഓൾറെഡി ഒരു ലോൺ പെയർ ഉണ്ട്. ഈ 2p ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ഈ എസ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസും കൂടി ചേർന്ന് ഇറ്റ് ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എന്നിട്ട് ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് വിൽ പെയർ വിത്ത് ഓർ ലെറ്റ്സ് സേ ഫോം ബോണ്ട് വിത്ത് ഹൈഡ്രജൻ. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി പ്രസന്റ് ഓവർ ഹിയർ ഇൻ ദ ഫോർത്ത് ഓർബിറ്റൽ. ദാറ്റ് മേക്സ് ഇറ്റ് എ ന്യൂക്ലിയോഫൈൽ. NH3 ഒരു ന്യൂക്ലിയോഫൈൽ ആവുന്നു അവിടെ. NH3 വിൽ ബിക്കം എ ന്യൂക്ലിയോഫൈൽ. ഈ NH3 വെൻ ഇറ്റ് കംസ് നിയർ സംതിങ് ലൈക്ക് H+. എന്താണ്? ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ 1s1 ആണ്. H+ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ലൂസിങ് ദാറ്റ് ഇലക്ട്രോൺ. അതായത് H+ का കോൺഫിഗറേഷൻ ബിക്കംസ് 1s0. അതായത് H+ ഒരു വേക്കൻറ്റ് ഓർബിറ്റൽ ഉണ്ട്. അതായത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് പോലെ. ഒബ്വിയസ്ലി a lone pair over here will fall in love with a vacant orbital. അല്ലേ? It will fall in love with a vacant orbital. അല്ലേ my dear students? Yes or no? അതായത് ഒരു പാർക്കിംഗ് ലോട്ട്, ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയ പോലെയാണ്. സോ ബേസിക്കലി ദാറ്റ് ഫോംസ്, ഇങ്ങനെയാണ് അമോണിയം അയോൺ ഉണ്ടാവുന്നത്. ബേസിക്കലി ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. നൈട്രജൻ വിൽ ഡൊണേറ്റ് ദ 2 ലോൺ പെയർസ് ഓവർ ദർ. Yes or no? It shares the 2 lone pairs with this hydrogen. Basically ഇങ്ങനെയാണ് അമോണിയം അയോൺ ഉണ്ടാവുന്നത്, NH4+. ഇവിടെ NH3 ആണ് ന്യൂക്ലിയോഫൈൽ, H+ ആണ് ഇലക്ട്രോഫൈൽ. H+ന് ഇലക്ട്രോൺസ് വേണം, NH3 ആണെങ്കിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആര് തമ്മിലൊരു ഡീൽ ഉണ്ടാക്കും. Got it? നമുക്ക് ഇത് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാക്കാം. എല്ലാവരും നോക്കാം. Electrophiles can be divided into 2 categories: charged electrophiles, neutral electrophiles. എല്ലാവരും നോക്കുക. Charged electrophiles, H+ is an example. H+ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ H+ൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s0 ആണ്. അതായത് ഒരു വേക്കൻറ്റ് ഓർബിറ്റൽ ഉണ്ട് ഇവിടെ. ആ വേക്കൻറ്റ് ഓർബിറ്റലിലേക്ക് അവന് ഇലക്ട്രോൺസിനെ വലിച്ചു കയറ്റാൻ പറ്റും. Got it? R+. ഈ R എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? R എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി any carbon containing species, carbon and hydrogen containing species. For example, simple ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3+ is an example of R+. അല്ലെങ്കിൽ CH3CH2+ is an example of R+. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ
ഇവരെങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ആവുന്നത്? ദേ ഹാവ് എ പോസിറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ദേ ഹാവ് എ വേക്കൻറ്റ് ഓർബിറ്റൽ, ഒരു അൺയൂസ്ഡ് ഓർബിറ്റൽ അവിടെ കിടക്കുന്നുണ്ട്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ CH3Cl എടുത്തു. ഓക്കെ, CH3Cl എടുത്തു എന്ന് വിചാരിക്കാം. CH3Cl സംഹൗ ഇമാജിൻ എങ്ങനെയോ ഈ ബോണ്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി. ഈ ബോണ്ട് അങ്ങോട്ട് പൊട്ടിപ്പോകുമ്പോൾ ഈ ക്ലോറിൻ ബിക്കോസ് ഇറ്റ്സ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ഈ 2 ഇലക്ട്രോൺ എടുത്തുകൊണ്ട് ഓടിപ്പോവും. അപ്പോൾ കാർബണിൻ്റെ അവിടെ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ വരും. ഒരു അൺയൂസ്ഡ് ഓർബിറ്റൽ വരും. ദാറ്റ് മേക്സ് ഇറ്റ് ആൻ ഇലക്ട്രോഫൈൽ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലെയാണ്. ആർക്കെങ്കിലും 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എക്സാമ്പിൾ എല്ലാവരും നോക്കുക. എക്സ് പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? Cl+, അല്ലെങ്കിൽ Br+, അല്ലെങ്കിൽ I+. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണ്. ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p5. യെസ് ഓ നോ? ഈ 3p5 എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? 3p5 എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. യെസ് ഓ നോ? ഇവിടെ നിന്ന് ഈ ഒരു ഇലക്ട്രോണെ ഞാൻ എടുത്ത് കളയുകയാണെങ്കിൽ, എന്ന് വിചാരിക്കുക. ആ ഒരു ഇലക്ട്രോണെ എടുത്ത് കളയുമ്പോൾ എന്ത് പറ്റുന്നു? there will be a vacant space. യെസ് ഓ നോ? ഒരു വേക്കൻ്റ് ഓർബിറ്റൽ ക്രിയേറ്റ് ആവുന്നു അവിടെ. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ? സോ ദാറ്റ് മേക്സ് ഇറ്റ് a electrophile. That makes it an electrophile. യെസ് ഓ നോ? അതിന് ഇലക്ട്രോൺസ് വേണം. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. ആ വേക്കൻ്റ് ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് it would need electrons over there. Yes or no? Next, NO2+. Vacant orbitals ഉണ്ട് NO2+. Yes or no? RCO+. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് പറഞ്ഞുതരാം. R ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ ഒരു ക്ലോറിൻ എങ്ങനെയോ ബോണ്ട് പൊട്ടിച്ച് പുറത്തു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? കാർബണിൻ്റെ ഇവിടെ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ വരും. That will give a plus charge. ഈ ക്ലോറിൻ കാർബണിൻ്റെയും ഇലക്ട്രോൺ എടുത്തുകൊണ്ടാണ് ഓടിപ്പോണത്. കാർബൺ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ് ഓവർ ദർ വിത്ത് എ വേക്കൻ്റ് ഓർബിറ്റൽ, ഒരു അൺയൂസ്ഡ് ഓർബിറ്റൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇവന്മാർക്കൊക്കെ കോമൺ ആയിട്ടുള്ള എന്താണ്? ഓക്കെ, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഒപ്പം അവന്മാർക്ക് ഒരു അൺയൂസ്ഡ് വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. ഈ വേക്കൻ്റ് ഓർബിറ്റൽ ഉള്ളത് കൊണ്ടാണ് ഇവന്മാരെ ഇലക്ട്രോഫൈൽ ആവുന്നത്. ഈ വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാവുമ്പോൾ they can definitely accept a pair of electrons. Yes or no? To form a coordinate bond. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമോണിയയും H+ തമ്മിലൊരു കോർഡിനേറ്റ് ബോണ്ട്. എന്തുകൊണ്ടാണ്? H+ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ അപ്പോൾ പോസിറ്റീവ് ചാർജ് സ്പീഷീസിന് മാത്രമേ വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ടാവുള്ളൂ? ഒരിക്കലുമല്ല. ഈവൻ ന്യൂട്രൽ സ്പീഷീസ് ക്യാൻ ഹാവ് വേക്കൻ്റ് ഓർബിറ്റൽസ്. എല്ലാവരും നോക്കുക. ഫോർ എക്സാമ്പിൾ BeCl2, BF3, AlCl3, FeCl2, FeCl3, ZnCl2, SbCl5, SnCl2, PCl3, SO3, R dot, X dot, H dot, ഇതിനൊക്കെ വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി കാണും, സാർ ഈ R dot എന്താ, X dot എന്താ, H dot എന്താ? These are actually called as free radicals. ഫ്രീ റാഡിക്കൽസ് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ന്യൂട്രൽ സ്പീഷീസ് ആണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. BeCl2, BF3, AlCl3 ഇവന്മാരൊക്കെ ന്യൂട്രൽ സ്പീഷീസ് ആണ്. പക്ഷെ എന്നാലും അവന്മാർക്ക് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ മനസ്സിലായില്ലല്ലോ, സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? BeCl2, BF3, AlCl3 ഇവന്മാരൊക്കെ ന്യൂട്രൽ സ്പീഷീസ് ആണ്. ചാർജ്ഡ് സ്പീഷീസിന് പിന്നെയും സെൻസ് ഉണ്ട്, അവന്മാർക്ക് ഇലക്ട്രോൺസ് വേണം. ഈ ന്യൂട്രൽ സ്പീഷീസ് എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവന്മാർക്കും ബേസിക്കലി വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. They also have vacant orbitals. I'll prove that to you.
ഞാനിപ്പോൾ BeCl2 എടുക്കുകയാണ്. BeCl2 എടുക്കുകയാണ്. എല്ലാവരും നോക്കുക. BeCl2 എടുക്കുകയാണ്. എല്ലാവരും നോക്കുക. BeCl2 എടുക്കുകയാണ്. BeCl2 എടുക്കുമ്പോൾ ബെറീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? സിമ്പിളായിട്ട് ബെറീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2. യെസ് ഓ നോ? ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ, ഇത് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ വാട്ട് ഹാപ്പൻസ്? ഈ 2 ഇലക്ട്രോണും ഈ 2s2ലുള്ള 2 ഇലക്ട്രോണും എല്ലാവരും നോക്കുക, അതിൽ ഒരു ഇലക്ട്രോൺ നേരെ ചാടി ഇങ്ങോട്ട് പോകും. യെസ് ഓ നോ? സോ വാട്ട് ഹാപ്പൻസ് ടു ദ കോൺഫിഗറേഷൻ? ഇറ്റ് ബിക്കംസ് ഇവിടെ ഒന്നും ആവും. യെസ് ഓ നോ? 2sലൊന്നും 2pയിലൊന്നും. പിന്നെ ഇവന്മാർ രണ്ടും ചേർന്ന് ഒരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഫോം ചെയ്യും. ഇവന്മാർ രണ്ടുപേരും ചേർന്ന് ഒരു sp ഹൈബ്രിഡൈസ് ഒന്നല്ല 2 sp ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഫോം ചെയ്യും. അതിൽ ഒരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഇവിടെയും വേറൊരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഇവിടെയും. ഇവിടെ ഒരു ക്ലോറിൻ വരുന്നു, ഇവിടെയും ഒരു ക്ലോറിൻ വരുന്നു. പക്ഷെ നിങ്ങൾ കാണാതെ പോയത് ഇവിടെ 2 അൺയൂസ്ഡ് ഓർബിറ്റൽസ് കണ്ടോ? ഇവിടെ 2 അൺയൂസ്ഡ് p ഓർബിറ്റൽസ് കണ്ടോ? ഈ അൺയൂസ്ഡ് p ഓർബിറ്റൽസ് ഈസ് ഓൾവേസ് എ പാർക്കിംഗ് സ്ലോട്ട്. അതിൽ ഒരു അൺയൂസ്ഡ് p ഓർബിറ്റൽ ഇവിടെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. വേറൊരു അൺയൂസ്ഡ് p ഓർബിറ്റൽ വിൽ ബി ലൈക്ക് ദിസ്. യെസ് ഓ നോ? ഇവന്മാർക്ക് ബേസിക്കലി ദേ ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺസ് ഫ്രം ഔട്ട്സൈഡ്. ദേ ക്യാൻ അക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഔട്ട്സൈഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ Cl- വന്നു എന്ന് വരിക. Cl- വന്നു 2 ഇലക്ട്രോൺ വെച്ചിട്ട് ഈസിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവന്മാർക്കൊരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ആർ പാർക്കിംഗ് സ്ലോട്ട്. നിങ്ങളൊരു പാർക്കിംഗ് സ്ലോട്ടായിട്ട് കണ്ടാൽ മതി ഒരു വേക്കൻ്റ് ഓർബിറ്റൽ. അതായത് വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടോ ആ മാർക്ക് ഇലക്ട്രോഫൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. BF3യുടെ എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾ BF3യുടെ എക്സാമ്പിൾ നോക്കൂ. BF3 ബോറോണിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p1. 1s2 2s2 2p1. യെസ് ഓ നോ? ആഫ്റ്റർ അതായത് 2s2 2p1 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ. ഓക്കെ, ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ ഇവൻ ഇങ്ങോട്ട് ചാടി ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? 2sൽ 1 ഇലക്ട്രോണും 2pയിൽ 2 ഇലക്ട്രോണും വരും. യെസ് ഓ നോ? എന്നിട്ട് ഇവന്മാർ ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ 3 sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് വരും ബോറോണ്. അതിൽ ഒരു sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ ബേസിക്കലി ഒരു ട്രയാഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ വരും. ഇവിടെ ഒരു എഫ്, ഇവിടെ ഒരു എഫ്, ഇവിടെ ഒരു എഫ്. നിങ്ങൾ കാണാതെ പോയത് നമുക്കുള്ള ഈ അൺയൂസ്ഡ് ഓർബിറ്റലാണ്. ഈ അൺയൂസ്ഡ് ഓർബിറ്റൽ എന്ത് പറ്റും? ഈ അൺയൂസ്ഡ് ഓർബിറ്റൽ വിൽ ബി ദയർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അക്സെപ്റ്റിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവനും ഇലക്ട്രോഫൈൽ ആവാം. കാര്യം അവൻ ന്യൂട്രൽ ആണെങ്കിലും അവന് അൺയൂസ്ഡ് ഓർബിറ്റലുണ്ട്, വേക്കൻ്റ് ഓർബിറ്റലുണ്ട്. Al-Cl3യുടെ കാര്യം പറഞ്ഞാൽ അത് തന്നെ. ഈ ഫ്രീ റാഡിക്കൽസ് പേടിക്കേണ്ട മക്കളെ, നമ്മൾ പിന്നെ ഡീൽ ചെയ്യുന്നതാണ്. വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്? എന്താണ് ഈ ഡോട്ട് എന്നുള്ളത്? ഡോട്ട് റെപ്രസെൻറ്റ്സ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കണ്ട, വരും. ഓക്കെ, FeCl2, FeCl3, ZnCl2, SbCl5, SnCl2, PCl3, SO3 ഇതിനൊക്കെ വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്മാരെ ഇലക്ട്രോഫൈൽസ് ആവുന്നത്, ഈവൻ ദോ ദേ ആർ ന്യൂട്രൽ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിൽ നിന്നൊരു എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ PCl3 എടുക്കുകയാണ്. PCl3 ഫോസ്ഫറസിന്റെ കോൺഫിഗറേഷൻ എന്താണ്? വാലൻഷ്യൽ കോൺഫിഗറേഷൻ എന്താണ്? 3s2 3p3 അല്ലെ? 3s2 3p3, 2 ഇലക്ട്രോൺ ഇവിടെ, 3 ഇലക്ട്രോൺ ഇവിടെ. യെസ് ഓ നോ? ഈ 3s2 3p3, 3sഉം 3pയും 3 3pയും കൂടി ചേർന്ന് 4 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഫോം ചെയ്യും അല്ലേ? 4 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ, ഒരെണ്ണത്തിൽ ലോൺ പെയർ ഉണ്ടാവും, പിന്നെ 3 ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ നമ്മളിവിടെ കാണാതെ പോകുന്നത് ദിസ് ഫോസ്ഫറസ് ഹാസ് 3D ഓർബിറ്റൽസ് ഓൾസോ. അൺയൂസ്ഡ് 3D ഓർബിറ്റൽസ്. ഈ അൺയൂസ്ഡ് 3D ഓർബിറ്റൽസ് ക്യാൻ ഓൾവേസ് ബി എ പാർക്കിംഗ് സ്ലോട്ട് ഫോർ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഇലക്ട്രോഫൈൽ. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? ഇനി SO3യുടെ കാര്യം. ഈ SO3യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഈ SO3 ഈസ് ബോണ്ടഡ് ടു ദ ക്വീൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അതായത് ഫ്ലൂറിനാണ് കിങ് എങ്കിൽ, ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ്, അത് കഴിഞ്ഞ് ഓക്സിജനാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പൊളാരിറ്റി വരുന്നു. ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും.
So basically there is a good chance of this pi bond breaking. അതായത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരുത്തം വന്നു, ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരുത്തം വന്നു, ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് വിൽ ഡെഫിനറ്റ്ലി ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. അതായത് ഈ പൈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. സൾഫറിന് അങ്ങോട്ടൊരു അട്രാക്ഷൻ വരും, അവൻ നെഗറ്റീവ് ചാർജ് ആയിട്ട് വരുന്നുണ്ട്, എനിക്ക് ഓൾറെഡി ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഓക്സിജൻ ഓൾറെഡി വലിച്ചു പൊട്ടിക്കാൻ നിൽക്കുകയാണ് മേളിൽ നിന്ന് ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം. അപ്പോൾ ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് മേളിലേക്കും സൾഫറിനൊരു വേക്കൻ്റ് ഓർബിറ്റിൽ കിട്ടാനുള്ള സാധ്യത പെട്ടെന്ന് കൂടും, ആരെങ്കിലും അവിടെ അറ്റാക്ക് ചെയ്യാനുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് SO3യും ഒരു ഇലക്ട്രോഫൈൽ ആവുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ റിയാക്ഷൻസും നിങ്ങൾ പഠിക്കുന്നതാണ്. ഞാനിവിടെ ഇതൊക്കെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. എന്താണ് ഇലക്ട്രോഫൈൽ, എന്താണ് ചാർജ് ഇലക്ട്രോഫൈൽസ്, ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്, എന്തുകൊണ്ടാണ് അവന്മാർ ഇലക്ട്രോഫൈൽ ആവുന്നത്? ബിക്കോസ് ദേ ഹാവ് വേക്കൻ്റ് ഓർബിറ്റൽസ്. ന്യൂട്രൽ സ്പീഷീസും ഇലക്ട്രോഫൈൽസ് ആവാം, കാര്യം എന്താണ്? അവന്മാർക്ക് വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഇനി നിങ്ങളെല്ലാവരും നോക്കുക, NH4+ H3O+ ആർ നോട്ട് ഇലക്ട്രോഫൈൽസ് ബിക്കോസ് ദേ കനോട്ട് എക്സ്പാൻഡ് ദെയർ ഒക്ടറ്റ്. ഇതൊരു വലിയൊരു നല്ലൊരു ആശയമുള്ളൊരു സംഭവമാണ്. എല്ലാവരും ചോദിക്കും സാറേ അപ്പോൾ NH4+ ഇലക്ട്രോഫൈൽ ആണോ, അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ? ഒബ്വിയസ്ലി അല്ല. പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുത്തന്നെ ഇലക്ട്രോഫൈൽ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ammonia when it forms a coordinate bond with H+, അങ്ങനെയാണ് NH4+ ഉണ്ടാവുന്നത്. ഈ നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? നൈട്രജൻ്റെ കോൺഫിഗറേഷൻ, വാലൻഷ്യൽ കോൺഫിഗറേഷൻ ഇസ് 2s2 2p3. യെസ് ഓ നോ? 2s2 2p3 ആണ് കോൺഫിഗറേഷൻ. യെസ് ഓ നോ? അതിൽ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അവൻ 3 കോവലന്റ് ബോണ്ടും ഈ പെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് ലോൺ പെയർ വെച്ചിട്ട് ഒരു കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്തു കഴിഞ്ഞു. ഈ 2s സെക്കൻഡ് ഷെല്ലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഷെല്ലിന് ഡി ഓർബിറ്റൽസ് ഇല്ല. ഇവന് ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല. ദേ ഡോണ്ട് ഹാവ് ഡി ഓർബിറ്റൽസ്. അറ്റോമിക് സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചതാണ്. അതായത് വേക്കൻ്റ് ഓർബിറ്റൽസ് ഇല്ല ഇവന്. ഇവനൊരു പ്ലസ് ചാർജ് ഉണ്ട്. കാര്യം ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് എ കാറ്റയോൺ. NH3 is reacting with the cation, അപ്പോൾ ടോട്ടലി ഒരു പ്ലസ് ചാർജ് വരും ബിക്കോസ് ചാർജ് ഇസ് കൺസേർവ്ഡ് എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഇലക്ട്രോഫൈൽ അല്ല. കാര്യം ഇവന് പ്ലസ് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വേക്കൻ്റ് ഓർബിറ്റൽസ് ആണ് വേണ്ടത്, അതാണ് ആവശ്യം. അതേപോലെ തന്നെ ഞാൻ H3O+ന്റെ കാര്യം പറഞ്ഞുതരാം. H3O+ എങ്ങനെ ഉണ്ടാവണേന്ന് അറിയോ? H3O+ is made when H2O reacts with H+. H2O H+ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് H3O+ ഉണ്ടാവുന്നത്. ഈ H2Oയിൽ ഓക്സിജന്റെ പുറത്ത് 2 ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയറിൽ ഒരുത്തൻ ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് H3O+ ഉണ്ടാവുന്നത്. ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് H3O+ ഉണ്ടാവുന്നത്. കോർഡിനേറ്റ് ബോണ്ട് എപ്പോഴും ഒരു ആരോ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇവിടെ ഒരു ലോൺ പെയറും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഒരു ലോൺ പെയറെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് H3O+. പക്ഷെ നിങ്ങൾ ഓക്സിജന്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ, വാലൻഷ്യൽ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 2s2 2p4. ഓക്കെ, 2s2 2p4 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, പിന്നെ 2 അൺപെയർഡ് ഇലക്ട്രോൺ. ഈ 2 അൺപെയർഡ് ഇലക്ട്രോണും 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തു. ഫൈൻ. പിന്നെ 2 ലോൺ പെയറിൽ ഒരു ലോൺ പെയർ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു, മറ്റേ ലോൺ പെയർ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വേക്കൻ്റ് ഓർബിറ്റൽസ് ഒന്നുമില്ല. ഇവിടെ ഡി ഓർബിറ്റൽസ് വരാൻ സാധ്യതയില്ല. കാര്യം എന്താണ്? സെക്കൻഡ് ഷെല്ലാണ്. ഡി ഓർബിറ്റൽസ് ആർ നോട്ട് ദെയർ. വേക്കൻ്റ് ഓർബിറ്റൽസ് ഇല്ല. പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്തുകൊണ്ടാണ്? H2O H+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, ചാർജ് ഉണ്ട്, ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ടോട്ടൽ ഈ ചാർജസ് പ്ലസ് ചാർജ് ഉണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് അവന് വേക്കൻ്റ് ഓർബിറ്റൽ ഇല്ല. സോ ദാറ്റ് ഇസ് നോട്ട് ആൻ ഇലക്ട്രോഫൈൽ. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ കാണണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പോണൻറ്റിനെ കാണാം. ഇലക്ട്രോഫൈൽസിൻ്റെ ഒപ്പോണൻ്റ് എന്താണ്? ഒബ്വിയസ്ലി ന്യൂക്ലിയോഫൈൽസും 2 രീതിയിലുണ്ട്, ചാർജ്ഡും ന്യൂട്രലും. ന്യൂക്ലിയോഫൈൽസിൻ്റെ ചാർജ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ X-, അതായത് ഹാലൈഡ് അയോൺസ് F-, Cl-, Br-, I-, OH-, RO-. എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ല, R എന്ന് ഉദ്ദേശിച്ചത് എനി സ്പീഷീസ് ദാറ്റ് ഹാസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. നിങ്ങൾ കൂടുതൽ പഠിക്കും RO- കുറിച്ച്. CH3O-, CN-.
NH2 മൈനസ്. ഇവന്മാരൊക്കെ ന്യൂക്ലിയോഫൈൽസ് ആണ്. ബിക്കോസ് ദേ ഹാവ് എ നെഗറ്റീവ് ചാർജ്. അവന്മാർക്ക് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് കൊടുക്കാനായിട്ട്, എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. യെസ് ഓനോ? ഫൈൻ. അല്ലാതെ തന്നെ ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസും ഉണ്ട്. ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് ഏതാണ്? They are neutral, but still they will have a lone pair. അവന്മാർക്ക് ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ, ഒരു അൺയൂസ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവന്മാർക്ക് ന്യൂക്ലിയോഫൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക, H2O ലോൺ പെയർസ് ഉണ്ട്. ROH എന്ന് ഉദ്ദേശിച്ചത് ആൽക്കഹോളാണ്. ROH എന്ന് ഉദ്ദേശിച്ചത് ആൽക്കഹോളാണ്. CH3OH അവന്മാർക്കും ലോൺ പെയർ ഉണ്ട് ഓക്സിജന്റെ പുറത്ത്. യെസ് ഓനോ? ROR എന്ന് ഉദ്ദേശിച്ചത് ബേസിക്കലി ഇങ്ങനെ വരുന്നൊരു സ്പീഷീസിനെ വേണമെങ്കിൽ ROR എന്ന് വിളിക്കാം. R എന്നുള്ളത് എനി ആൽക്കൈൽ സ്പീഷീസ് ആണ്. കറക്റ്റ്. ഈ ടേംസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാർബണും ഹൈഡ്രജനും ഉള്ള ഒരു സ്പീഷി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് യു വിൽ ലേൺ വാട്ട് R is. R can represent any ആൽക്കൈൽ സ്പീഷീസ്. അത് നിങ്ങൾ പിന്നെ പഠിക്കും എന്താണ് R എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് ഇവന്മാർക്കൊക്കെ ലോൺ പെയർ ഉണ്ട്. PH3 നോക്കൂ. PH3യിൽ ഫോസ്ഫറസിന് പുറത്ത് ലോൺ പെയർ ഉണ്ട്. NH3 നൈട്രജന്റെ പുറത്ത് ലോൺ പെയർ ഉണ്ട്. യെസ് ഓനോ? PH എന്ന് ഉദ്ദേശിച്ചത് ബെൻസീൻ റിംഗ് ആണ്. അതായത് ഫോസ്ഫറസ് 3 ബെൻസീൻ റിംഗ് ആയിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ബേസിക്കലി PPH3. ഇതിൻ്റെയൊക്കെ കറക്റ്റ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ പിന്നെ പഠിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പം അറിയേണ്ടത് ഇവന്മാരൊക്കെ ന്യൂട്രൽ ആണ്. എന്നിട്ടും എന്താണ്, ഇവന്മാരൊക്കെ ന്യൂക്ലിയോഫൈൽസ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് എ ലോൺ പെയർ ടു ഡൊണേറ്റ്. ഇത് കണ്ടോ, RMgX, RLi, R2CuLi, ദീസ് ആർ ആക്ച്വലി കോൾഡ് ആസ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഉദ്ദേശിച്ചത് when there is a bond between carbon and a metal. അതായത് ഞാൻ ഇങ്ങനൊരു സിമ്പിൾ സബ്സ്റ്റൻസ് പറഞ്ഞുതരാം, CH3MgX. ഈ CH3MgXൽ കാർബണും മഗ്നീഷ്യവും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് CH3- കിട്ടും. കാര്യം കാർബണും മെറ്റലും തമ്മിലുള്ള ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഈ 2 ഇലക്ട്രോൺസും, ഇവന്മാർ തമ്മിലുള്ള 2 ഇലക്ട്രോൺസും ഇങ്ങോട്ട് പോകും, കാർബണിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. ഈ സ്പീഷീസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇവന്മാരെ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്പീഷീസ് ദേ ക്യാൻ ഓൾ ബ്രേക്ക് വെരി ഈസിലി. RLiയുടെ സിമ്പിൾ എക്സാമ്പിൾ CH3 ബോണ്ടഡ് വിത്ത് Li. ഈ ബോണ്ട് സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്ത് 2 ഇലക്ട്രോണും കാർബണിലേക്ക് പോകും. കാർബൺ വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. R2CuLi അതിനെ ഗിൽമാൻ റിയേജൻ എന്ന് വിളിക്കും. RMgX അതിനെ ഗ്രിഗ്നാർ റിയേജൻ. ഇതെല്ലാം നിങ്ങൾ പിന്നെ പഠിക്കും. ഇപ്പം നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് അവന്മാർ ന്യൂക്ലിയോഫൈൽസ് ആവുന്നത്? ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് ചാർജ്. ഇവന്മാരൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആയിട്ട് ഒരു നെഗറ്റീവ്ലി ചാർജ് സ്പീഷി തരും. അതുകൊണ്ടാണ് ദേ ആർ ന്യൂക്ലിയോഫൈൽസ്. ഇവന്മാരൊക്കെ ന്യൂട്രലാണ്. ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രലാണ്. പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ട്. ഒരു കറക്റ്റ് അറ്റാക്കിംഗ് റിയേജന്റ് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പെട്ടെന്ന് പൊട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് പെട്ടെന്ന് പൊട്ടിയിട്ട് CH3- കിട്ടും. യെസ് ഓ നോ? അല്ലെങ്കിൽ CH3Li പെട്ടെന്ന് പൊട്ടിയിട്ട് CH3- കിട്ടും. ആ CH3- ഒരു ന്യൂക്ലിയോഫൈലാണ്. കാര്യം നെഗറ്റീവ് ചാർജ് ഉണ്ട് കാർബണിൻ്റെ മേത്ത്. അല്ലെങ്കിൽ പൈ ബോണ്ടഡ് സ്പീഷീസ്. ഈ പൈ ബോണ്ടഡ് സ്പീഷീസ് ലൈക്ക് ഈത്തീൻ, ബെൻസീൻ ആൻഡ് ഓൾ ക്യാൻ യൂസ് ദെയർ പൈ ഇലക്ട്രോൺസ്. ഈ പൈ ബോണ്ടുള്ള ഇലക്ട്രോൺസ് വെച്ചിട്ട് അവന്മാർക്ക് ഡൊണേഷൻ നടത്താൻ പറ്റും. ഇത് നിങ്ങൾ കൂടുതൽ പഠിക്കും. ആക്ച്വലി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് 12th. നിങ്ങൾ അവിടെ കൂടുതൽ പഠിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് ഇവന്മാരുടെ യൂസ് അത്രയ്ക്കില്ല. പൈ ബോണ്ടഡ് സ്പീഷീസ് എങ്ങനെയാണ് ന്യൂക്ലിയോഫൈൽ ആവുന്നത്? ഇവന്മാർക്ക് ആക്ച്വലി ലോൺ പെയർ ഒന്നുമില്ല. ഇവന്മാർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ പൈ ഇലക്ട്രോൺസ് ഇല്ലേ. അതായത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഈത്തീൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ്, ഈ 2 ഇലക്ട്രോണും പൈ ബോണ്ട് ഫോം ചെയ്ത 2 ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിൽ വെക്കേണ്ടത് ഇവന്മാരെയൊക്കെയാണ്. SO2 എന്തുകൊണ്ടാണ്? എല്ലാവരും നോക്കുക. SO2യുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒരു ലോൺ പെയർ ഉണ്ട് അവന്, സൾഫറിന്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്?
Perfect or not? Got it? So, lone pair ഉണ്ടെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ലോൺ പെയർ ഉണ്ടെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ലോൺ പെയർ ഉണ്ടെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ സാറേ ലോൺ പെയറുള്ള എല്ലാ ന്യൂക്ലിയോഫൈലാണോ? അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ H3O+ൻ്റെ കാര്യം. H3O+ൻ്റെ കാര്യം എവിടെയാണ് പറഞ്ഞത്? H3O+ൻ്റെ കാര്യം നോക്കുക. H3O+ന് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, പക്ഷെ അവൻ ന്യൂക്ലിയോഫൈൽ അല്ല. കാര്യം എന്ന് വെച്ചാൽ അവന് ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവൻ ഇലക്ട്രോൺസ് കൊടുത്ത് വീണ്ടും പണി മേടിക്കാൻ നിൽക്കില്ല. ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അവൻ വീണ്ടും എന്തിനാണ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഇവനെ ആക്ച്വലി ഇലക്ട്രോൺ റിച്ച് എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം ഇവൻ ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ലോൺ പെയർ ഉണ്ടെന്ന് വെച്ചിട്ട് അവനൊരു ന്യൂക്ലിയോഫൈൽ ആവണമെന്നില്ല. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ഫോർ H3O+ ടു ബി എ ന്യൂക്ലിയോഫൈൽ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇലക്ട്രോഫൈൽ ഓൾസോ. ഇലക്ട്രോഫൈലും അല്ല. കാര്യം എന്താണ്? വേക്കൻ്റ് ഓർബിറ്റൽസ് ഇല്ല. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിൽ വെച്ചാൽ മതി. ഈ എക്സാമ്പിൾസ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇതിൽ ഇവന്മാരെ നിങ്ങൾ പിന്നെ കാണും. യെസ് ഓ നോ? ഫൈൻ. ഈ ROR എന്താണ്, ROH എന്താണ്, RNH2 എന്താണ്, R2NH എന്താണ്, ഇതൊക്കെ നിങ്ങൾ പിന്നെ കാണും. ഇവന്മാർക്കൊക്കെ ലോൺ പെയർസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവന്മാർ ന്യൂക്ലിയോഫൈൽസ് ആവുന്നത്. നിങ്ങൾ തൽക്കാലം മനസ്സിൽ വെച്ചാൽ മതി. ഇതെല്ലാം നിങ്ങൾ പിന്നെ കാണുന്നതാണ്. യെസ് ഓ നോ? ഫൈൻ. ഈ എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂക്ലിയോഫൈൽസ് ക്യാൻ ഓൾസോ ബി ചാർജ്ഡ് ആൻഡ് ന്യൂട്രൽ. ന്യൂക്ലിയോഫൈൽസിന് വേണ്ടത് ഒരു ലോൺ പെയർ ആണ്. ഇലക്ട്രോഫൈൽസ് ഓൾസോ ക്യാൻ ബി ചാർജ്ഡ് ആൻഡ് ന്യൂട്രൽ. ഇലക്ട്രോഫൈൽസിന് വേണ്ടത് ഒരു വേക്കൻ്റ് ഓർബിറ്റലാണ്. ഇലക്ട്രോഫൈൽസ് ആവാനായിട്ട് ഒരു വേക്കൻ്റ് ഓർബിറ്റൽ വേണം. ന്യൂക്ലിയോഫൈൽസ് ആവാനായിട്ട് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേണം. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ്. ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ വെള്ളം എടുക്കുകയാണ്, H2O എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ H2O എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ H2O എടുക്കുകയാണെങ്കിൽ യു നോ ദാറ്റ് ഓക്സിജൻ ഇസ് ദ ഡോണർ ആറ്റം. ഓക്സിജൻ ആണ് ഇവിടെ ഡോണർ ആറ്റം ആയിട്ട് വരുന്നത്. ഇവനാണ് ഡോണർ ആറ്റം അല്ലേ? കാര്യം ലോൺ പെയർ ഇവനിലാണ്. ഇവനായിരിക്കും ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ടു സംതിങ് ലൈക്ക് H+ന് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. ഒറ്റൊരു ഡോണർ ആറ്റമേ ഉള്ളൂ. സപ്പോസ് ഞാൻ Cl- എടുക്കുകയാണ്, ഒറ്റൊരു ഡോണർ ആറ്റമേ ഉള്ളൂ. യെസ് ഓ നോ? ഒരു കൺഫ്യൂഷനും ഇല്ല. NH3 എടുക്കുകയാണ്, ഒറ്റൊരു ഡോണർ ആറ്റമേ ഉള്ളൂ, നൈട്രജൻ. ഈ നൈട്രജൻ ആയിരിക്കും ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത് ടു സംതിങ് ദാറ്റ് നീഡ്സ് ഇലക്ട്രോൺസ്. യെസ് ഓ നോ? ദീസ് ആർ ഓൾ നോർമൽ ന്യൂക്ലിയോഫൈൽസ്. പക്ഷേ എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ സയനൈഡ് എടുക്കുകയാണ്, CN- എടുക്കുകയാണെങ്കിൽ ഈ CN- സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതാണ്. കാർബണിലൊരു ലോൺ പെയർ ഉണ്ട്, നൈട്രജനിലൊരു ലോൺ പെയർ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ പിന്നെ പഠിക്കും. എന്നാൽ ഇപ്പം അറിഞ്ഞിരിക്കണത് എപ്പോഴും നല്ലത് തന്നെയാണ്. മുന്നേ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. കാർബണിലൊരു ലോൺ പെയർ ഉണ്ട്, നൈട്രജനിലൊരു ലോൺ പെയർ ഉണ്ട്. കാർബൺ വെച്ച് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സയനൈഡ് എന്ന് വിളിക്കും. നൈട്രജൻ വെച്ച് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഐസോസയനൈഡ് എന്ന് വിളിക്കും. ഓക്കെ, യെസ് ഓ നോ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സപ്പോസ് സംതിങ് ലൈക്ക് HCN ഉണ്ടെന്ന് വിചാരിക്കുക. HCNൻ്റെ ബോണ്ട് എങ്ങനെയോ പൊട്ടി. ഇതാണ് HCNൻ്റെ ബോണ്ട് എങ്ങനെയോ പൊട്ടി. അപ്പോൾ എങ്ങനെയാണ് പൊട്ടിയത് നമുക്കറിയില്ല. എങ്ങനെയോ റിയാക്ഷനിൽ പൊട്ടി. അത് പൊട്ടുമ്പോൾ ഈ 2 ഇലക്ട്രോണും കാർബണിലേക്ക് വരും. അതിൽ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ തന്നെ ഇലക്ട്രോൺ ആണ്. സോ ബേസിക്കലി കാർബണിന് അവിടെ ഒരു ലോൺ പെയർ വരും. അങ്ങനെയാണ് CN- ഫോം ആവുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. കാര്യം കാർബൺ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും കൂടി എടുത്തിട്ടാണ് ഓടിപ്പോകുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ്. പക്ഷേ നമ്മൾ എന്താണ് കാണുന്നത്? ഫൈനലി അതിനൊരു ലോൺ പെയർ വരുന്നു. ഇവിടെ നൈട്രജൻ ഓൾറെഡി ഒരു ലോൺ പെയർ ഉണ്ട്, വിച്ച് മേക്സ് ഇറ്റ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ്. ആംബിഡൻറ്റ്, അതായത് ഒരു ഡോണർ ആറ്റം അല്ല, ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉണ്ട്. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. NO2-. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. NO2-. ഈ NO2- സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. NO2- സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇവിടെയും ഒരു ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ഒരു ലോൺ പെയർ ഉണ്ട്. ഈ NO2- നൈട്രജൻ വെച്ചിട്ടും ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഓക്സിജൻ വെച്ചിട്ടും ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നൈട്രജൻ വെച്ച് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിനെ നൈട്രോ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ വെച്ച് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിനെ നൈട്രീറ്റോ എന്ന് വിളിക്കുന്നു. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? അതും ഒരു ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലാണ്.
2 സ്പോട്ട് ഉണ്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് SCN മൈനസ് സൾഫറിൻ്റെ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. 1 അല്ല 3 ലോൺ പെയർസ് ഉണ്ട്. യെസ് ഓ നോ? നൈട്രജൻ്റെ അവിടെയും ഒരു ലോൺ പെയർ ഉണ്ട്. യെസ് ഓ നോ? അപ്പോൾ സൾഫർ വെച്ചിട്ടും ഡൊണേറ്റ് ചെയ്യാം, നൈട്രജൻ വെച്ചിട്ടും ഡൊണേറ്റ് ചെയ്യാം. സൾഫർ വെച്ച് ഡൊണേറ്റ് ചെയ്താൽ അതിനെ തയോസൈനേറ്റ് എന്ന് വിളിക്കുന്നു. നൈട്രജൻ വെച്ചിട്ടാണെങ്കിൽ അതിനെ ഐസോ തയോസൈനേറ്റ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇതിൻ്റെയൊക്കെ യൂസ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. ഈ സ്ട്രക്ചേഴ്സും ഇതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ആംബിഡൻറ്റേറ്റ് ലിഗാൻസ് ആണ്. നിങ്ങൾ ചോദിക്കും സാർ ഇത്രയേ ഉള്ളൂ ആംബിഡൻറ്റേറ്റ് ലിഗാൻസ് ലോകത്തിൽ? അല്ലല്ല, ഇത് കൂടുതലുണ്ട്, കുറേ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് വൺസ് ആണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇവന്മാരുടെയൊക്കെ യൂസസ് പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഗോട്ട് ഇറ്റ്? ഫൈൻ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടത്, SO2ഉം SOCl2ഉം ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. SO2നും SOCl2നും, SOCl2ൻ്റെ പേര് തയോണിൽ ക്ലോറൈഡ് എന്നാണ്. SOCl2ൻ്റെ പേര് തയോണിൽ ക്ലോറൈഡ് എന്നാണ്. ഇവൻ്റെയൊക്കെ യൂസ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇറ്റ് ഇസ് തയോണിൽ ക്ലോറൈഡ്. ഓക്കെ, THIONYL ക്ലോറൈഡ്. ഇവരുടെയൊക്കെ യൂസസ് പിന്നെ പറഞ്ഞു തരാം. പക്ഷേ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. SO2 ആൻഡ് SOCl2 ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ SO2ൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. SO2ന് ഒരു ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ന്യൂക്ലിയോഫൈൽ ആവാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം സൾഫർ ഹാസ് വേക്കൻറ്റ് ഓർബിറ്റൽസ് ഓൾസോ. സൾഫർ ഹാസ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ്. അത് മാത്രമല്ല, നോക്കൂ, ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. സൾഫറിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് വന്നാൽ ദാറ്റ് നെഗറ്റീവ് ചാർജ് വിൽ ബി അട്രാക്റ്റഡ് ടു ദിസ് പോസിറ്റീവ് ചാർജ്. ഈ പൈ ബോണ്ട് ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് സൾഫർ ഹാവിങ് എ വേക്കൻറ്റ് ഓർബിറ്റൽ വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എൻ ഇലക്ട്രോഫൈൽ. അല്ലേ? ഇങ്ങനെ ഒരു B- വെച്ച് കഴിഞ്ഞ് വന്നാൽ ഈ പോസിറ്റീവ് ചാർജിലേക്ക് അത് അട്രാക്റ്റഡ് ആയിരിക്കും. സൾഫറിൻ്റെ പോസിറ്റീവ് ചാർജിലേക്ക് അത് അട്രാക്റ്റഡ് ആയിരിക്കും. സോ ബേസിക്കലി ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ ഇലക്ട്രോഫൈൽ ഓവർ ദർ. അല്ലെങ്കിൽ തന്നെ സൾഫറിന് വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ട്, ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? ആ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടി ഉള്ളതുകൊണ്ട് അറ്റാക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? കൂൾ. അപ്പോൾ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ് ഇതാണ്. SO2ൻ്റെയും SOCl2ൻ്റെയും എക്സെപ്ഷൻസും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, പെർഫെക്റ്റ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ തിയറിയുടെ കലാശക്കൊട്ടായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ? ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് ഓവർ ഹിയർ. എല്ലാവരും നോക്കുക. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇലക്ട്രോഫൈൽസ് 2017, അതായത് അധികം പഴക്കമൊന്നുമില്ല, എന്നാലും പഴക്കമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ ഈസിയാണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോഫൈൽ ഇസ് എ നെഗറ്റീവ്ലി ചാർജ്. അവിടെ തന്നെ പോയി. ഇലക്ട്രോഫൈൽ ഇസ് നോട്ട് നെഗറ്റീവ്ലി ചാർജ്, ഇറ്റ്സ് either പോസിറ്റീവ്ലി ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ. Electrophiles are generally neutral species and can form a bond by accepting a pair of electrons from a nucleophile. Are generally neutral species. Neutral species മാത്രം ആവണമെന്നൊന്നുമില്ല, പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസും ആവാം. ഓക്കെ, നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ സി നോക്കൂ. Electrophiles can be either neutral or positively charged species and can form a bond by accepting a pair of electrons. Absolutely, that is what an electrophile is. Alle? They accept a pair of electrons. Alle? So basically the answer to this question is C. Got it? Next. Which of the following statement is not correct for a nucleophile? Nucleophile is a Lewis acid. Nucleophile is a Lewis base. They can donate a pair of electrons. Ammonia is a nucleophile. Absolutely. Nucleophiles attack on less electron density sites. Exactly. Electron deficient species ne aanu ivamaru boy attack cheyyunnathu. Nucleophile eppozhum electrophile ne attack cheyyum. Okay? So that's also correct. This is also correct. Nucleophiles are not electron seeking. Obviously, they are electron donors. So that's also correct. Even on a തെറ്റായിട്ടുള്ള statement. അതാണ് basically correct for the option. Which is not correct ആണ് ചോദിച്ചിരിക്കുന്നത്. So option A. Got it? So അതോടുകൂടി ഈ ടോപ്പിക്കിൻ്റെ കലാശക്കൊട്ട് കഴിഞ്ഞു. ഇതും ഞാൻ പറഞ്ഞില്ലേ, വളരെ നിസാരമായിട്ടുള്ള ടോപ്പിക്സ് ആണ്, വളരെ ബേസിക്സ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ തന്ന എക്സാമ്പിൾസ് എല്ലാം മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തായാലും വരും, ഈ ചാപ്റ്ററിൽ തന്നെ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രീ റാഡിക്കൽസ്, അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും.
ആർ എന്താണെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ. ആറ് കൊണ്ട് ആറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഞാൻ ആകെ CS3 മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ. വാട്ട് എക്സാക്ട്ലി ഈസ് ആർ? യെസ് ഓ നോ? ഫൈൻ. ആ പൈ ബോണ്ട്, ന്യൂക്ലിയോഫൈൽസ് വിത്ത് പൈ ബോണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ പിന്നെ കാണും. അത് ആക്ച്വലി ഈ ചാപ്റ്ററിലല്ല, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലേക്ക് കാണാൻ പോകുന്നുള്ളൂ. ഗോട്ട് ഇറ്റ്? നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഇസ് എൻ ഇലക്ട്രോഫൈൽ, വാട്ട് ഇസ് എ ന്യൂക്ലിയോഫൈൽ, ദ ബേസിക് ഫണ്ടമെൻ്റൽ സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാർജ്ഡ് ഇലക്ട്രോഫൈൽസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഫൈൽസ്, ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്, ദേ ഓൾ ഹാവ് വേക്കൻറ്റ് ഓർബിറ്റൽസ്. അതാണ് അടിസ്ഥാനം. ദേ ഷുഡ് ഹാവ് വേക്കൻറ്റ് ഓർബിറ്റൽസ്. ന്യൂക്ലിയോഫൈൽസ് ആണെങ്കിൽ ദേ ഷുഡ് ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് അടിസ്ഥാനം. എന്ന് വെച്ചിട്ട് എല്ലാ പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസും ഇലക്ട്രോഫൈൽ ആവണമെന്നില്ല. ഞാൻ NH4+ൻ്റെയും H3O+ൻ്റെയും എക്സാമ്പിൾ തന്നു. ഗോട്ട് ഇറ്റ്? എന്ന് വെച്ചിട്ട് എല്ലാ ലോൺ പെയർ ഉള്ള സ്പീഷീസും ന്യൂക്ലിയോഫൈൽ ആവണമെന്നില്ല. അവിടെ ഞാൻ H3O+ൻ്റെ എക്സാമ്പിൾ തന്നു. പിന്നെ ആംബിഡൻ ന്യൂക്ലിയോഫൈൽസ് എന്താണെന്ന് കണ്ടു. ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഇടുക. എന്തായാലും ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കുറേ അപ്ഡേറ്റ്സ് കിട്ടും റിഗാർഡിങ് ദ ചാനൽ, റിഗാർഡിങ് പുതിയ എന്തെങ്കിലും സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മാരത്തോൺ സീരീസൊക്കെ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനലിൽ വരും. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ സീ യു ഗൈസ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ഓക്കെ, ബൈ.